എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഫംഗൽ ഇൻഫെക്ഷൻസ്, അതായത് വട്ടച്ചൊറി പോലെയുള്ള സ്കിൻ ഇൻഫെക്ഷൻസ്. ഇത് ശരിക്കും നമുക്കൊരു ചെറിയ ഇൻഫെക്ഷൻ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ വിടുമ്പോൾ നമ്മുടെ ബോഡി മൊത്തം സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. പലപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് മരുന്നുകളൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ട് അത് ഫലപ്രദമാവാതെ ആവുമ്പോഴാണ് നമ്മൾ ഡോക്ടേഴ്സിനെയാണ് സമീപിക്കുന്നത്. ഈ ഫംഗൽ ഇൻഫെക്ഷൻസിന് ഏറ്റവും അനുയോജ്യമായ സാഹചര്യം ഉണ്ടാക്കുന്നത് നമ്മുടെ വീക്കെൻഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം തന്നെയാണ്. ഒരുപാട് കാലമായിട്ടുള്ള സ്റ്റിറോയിഡ്സിന്റെ ഉപയോഗം, അതുപോലെ ഒബീസിറ്റി, ഡയബറ്റീസ്, ഡ്രൈ സ്കിൻ, അതുപോലെ നമ്മുടെ ശുചിത്വമില്ലായ്മ, പിന്നെ ഹോർമോണൽ ചേഞ്ചസ് എന്നിവയൊക്കെ ഈ ഫംഗൽ ഇൻഫെക്ഷൻസിന് ഒരു പ്രധാന കാരണമാണ്. നമ്മുടെ പുവർ ആയിട്ടുള്ള ഹൈജീൻ ഹാബിറ്റ്സ്, അതായത് നമ്മൾ കുളിക്കാതിരിക്കുക വൃത്തിയായിട്ട്, അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്കിന്നൊക്കെ സ്ക്രാച്ച് ചെയ്യുക, അതുപോലെ നമ്മൾ ഹാർഷ് ആയിട്ടുള്ള സോപ്പ് ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ പ്രൊട്ടക്റ്റീവ് ലെയർ കോംപ്രമൈസ്ഡ് ആവുകയും അതുവഴി നമ്മുടെ ഫംഗസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ കൂടുതൽ ഡീപ്പായിട്ട് പോകാൻ അനുവദിക്കുകയും നമ്മൾ ചെയ്യും. പിന്നെ അതുപോലെ ഈ പോളിസ്റ്റർ, നൈലോൺ പോലെയുള്ള സിന്തറ്റിക് നോൺ ബ്രീത്തബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അത് വേർപ്പ് തടഞ്ഞു നിൽക്കാനും നമ്മുടെ തൊടകൾ, കക്ഷം, അതുപോലെ വേറെ മടക്കുകളിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനും അത് സ്പ്രെഡ് ആവാനും ഒക്കെ കാരണമാവും. ഒരു തവണ ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് വന്നിട്ട് അതിന്റെ പോർസ് നമ്മുടെ വസ്ത്രത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് സൂര്യപ്രകാശത്തിൽ അത് ഡ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ അണുബാധയ്ക്ക് കാരണമാകും. അതുകൊണ്ട് ബ്രീത്തബിൾ ആയിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക, ശരിയായ രീതിയിൽ കഴുകി അതുപോലെ തന്നെ നല്ല വെയിലത്തിട്ട് ഉണക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒരു പരിധി വരെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഇൻഫെക്ഷൻസ് ഒന്ന് ഭേദമാകുമ്പോൾ നമ്മൾ മരുന്നുകൾ നിർത്തുന്ന ഒരു പ്രവണത ഒരു കോമൺ മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് മാറുന്നത് വരെ മരുന്നുകൾ തുടരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തൈര്, മഞ്ഞള്, അതുപോലെ കറ്റാർവാഴ നമുക്ക് ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ അത് ബൂസ്റ്റ് ചെയ്യുകയും ഒരു പരിധി വരെ തടയാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.